ഈ നട്ടപ്പായരൊക്കെ സ്വഭയം നിസ്കരിച്ചിട്ട് ഉമ്മാക്ക് സലാം പറഞ്ഞിട്ട് ഞാൻ അടുത്തേക്കാ പോകുന്നതെന്ന് അറിയോ? ഞാൻ മാത്രമൊന്നല്ല, എന്റെ ചങ്ങായിമാർ എല്ലാവരും ഉണ്ട്. അങ്ങനെ ഇങ്ങനെ എല്ലാത്തിനെയും കൂടി നമ്മൾ നേരെ പോകുന്ന നമ്മൾ ഊട്ടിയിലേക്കാ. ഈ നട്ടപ്പായരൊക്കെ ആണെങ്കിൽ നമ്മളെ പള്ളയിൽ എന്തെങ്കിലും ഉന്തിക്കേറ്റാണ് നമ്മൾ എവിടെയും പോക്കന്നില്ലാലോ. അതുകൊണ്ട് തന്നെ വയനാട് ചുരത്തുമ്പോൾ നിർത്തിയിട്ട് നല്ല ചൂടുള്ള കാടമുട്ടയും ചായം കുടിക്കാൻ വേണ്ടി ഇവിടെ വന്നിക്കുന്നത്. നമ്മളെപ്പം പോയാൽ ഈ കാടമുട്ടയും തിന്നല് വെറും തണിഞ്ഞ ഐസും കട്ട പോലായ തിന്നല. ഇതാണെങ്കിൽ രാവിലെ തന്നെ വന്നോണ്ട് നല്ല ചൂടുള്ള കാടമുട്ടയും നല്ല അടിപൊളി ചായം കിട്ടി. പണ്ട് നമ്മൾ സ്കൂളിൽ നിന്നെല്ലാം ടൂർ പോകുമ്പോൾ തലേന്ന് രാത്രി ഉറങ്ങാണ്ടിരിക്കില്ല, അതേപോലെ ഉറങ്ങാണ്ടിരുന്നിട്ട് തലേല്ലാം പേനാന്നുണ്ടായിരുന്നു. ഈ ചായ കുടിച്ചതിന് ശേഷം അതെല്ലാം റെഡി ആയി പോയി. നമ്മൾ ഈ രാവിലെ തന്നെ അങ്ങനെ ഇറങ്ങിയോണ്ട് തന്നെ എന്ത് തണുപ്പാന്ന് പറയാം ബൈക്കുമല്ല ഇങ്ങനെ പോകുമ്പോൾ തന്നെ. അതുകൊണ്ട് തന്നെ നമ്മൾ പോകുന്ന ബൈക്കുള്ള ഒരു പമ്പ് നമ്മൾ ഒഴിവാക്കിയില്ല, എല്ലായിടത്തും അങ്ങ് മൂത്രയിച്ചള്ളി. ഇതാണ് നമ്മളെ സിജാന്റെ മൂക്കെല്ലാം കൂടി ആണെങ്കിൽ പാറക്കഷ്ണം പോലെ അങ്ങ് ഉറച്ചു പോയി അങ്ങനെ തണുത്തിട്ട്. അങ്ങനെ നമ്മൾ മുത്തങ്ങ വഴിയാ പോകുന്നത് തന്നെ. അതുകൊണ്ട് തന്നെ മുത്തങ്ങയിലെത്തിയിട്ട് ഇറങ്ങി നോക്കുമ്പോൾ ബായി നല്ല സിഗരറ്റ് വലിക്കുന്നതിനോട്ടാ ബായി നല്ല പുകയെല്ലാം പോകുന്നത്. പക്ഷെ നമ്മളെ കുട്ടികളാണ് ഒരു സിഗരറ്റ് ഒരു റോജാ പാക്കുകൾ നിന്നാത്ത കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഭയങ്കര സന്തോഷം. കഴിഞ്ഞ പ്രാവശ്യം മുത്തങ്ങയിൽ വന്നിട്ട് ഇതിന്റെ മേലെ കയറി കുറച്ച് ആനെല്ലാം കണ്ടിരിക്കുന്നു. വിചാരിച്ചിട്ട് ഇതിന്റെ മേലെ കയറിയൊക്കെ നോക്കുമ്പോഴത്തേക്ക് ആനെല്ലാം എവിടെ കൊണ്ടേക്കുമല്ലോ. അങ്ങനെ വന്നേമ്പേക്ക് പൈതലിനെ ഊഞ്ഞാലടിയിട്ട് കുറച്ചേരം നിന്നിട്ട് കൈയെല്ലാം ചൂടാക്കി. അങ്ങനെ ആടെ നമ്മൾ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ ബന്ദിപ്പൂർ വഴി, മുതുമല വഴി, മസനഗുഡി വഴി ഊട്ടിയിലേക്ക്. എന്ത് നല്ല ചോറിട്ട് വയ്ക്കാൻ പറ്റിയ റോഡാന്ന് പറയാം, നല്ല അടിപൊളി റോഡ് അങ്ങ് എത്തുന്നവരെ. അങ്ങനെ പോകുന്ന നോക്കിയിട്ട് മരത്തുമ്പോൾ നമ്മൾ അനുമാൻ കുരങ്ങ് ഇങ്ങനെ കണ്ട എന്തെങ്കിലും എല്ലാം മൃഗങ്ങളെല്ലാം കാണുന്ന വെച്ചിട്ടുണ്ട്. ഈ റൂട്ട് നമ്മൾ പിടിച്ചു തന്നെ ഗൈസ്. നമ്മൾ ആനെ കണ്ടു ഗൈസ്, ആനെ കാണാം. നമ്മളുള്ള ആനല്ല ഉത്സവത്തിനടുത്ത് പോയി കണ്ടാൽ ഇവിടുന്ന് ഇങ്ങനെ അപ്രതീക്ഷിതമായി കാണുന്ന ഒരു ഫീൽ അത് വേറെ തന്നെ. അങ്ങനെ പോകുന്ന പോക്കി തന്നെ ഈ ഒരു നൊങ്ക് എന്ന സാധനം നമ്മളെപ്പം കണ്ടാലും ബേക്ക് ഒന്ന് വാങ്ങി തിന്നണോന്ന് ഞാൻ വിചാരിച്ച നമ്മൾ ഇളനീരെല്ലാം പോലത്തെ സാധനമാണ്. നോക്കുമ്പോൾ എന്തോ ഒരു ജെല്ല് പോലത്തെ ഒരു സാധനം ഇത് കുഴപ്പമൊന്നുമില്ല, രസയിലുണ്ടാക്കി തിന്നാൻ തന്നെ. അങ്ങനെ അവസാനം നമ്മൾ ഊട്ടിയിലേക്ക് അങ്ങ് എത്തി. രാവിലെ അങ്ങാനും ഓടുന്നില്ല, അതുകൊണ്ട് തന്നെ കുറച്ച് കാലിലൊന്ന് ഫ്രീ ആകാൻ വേണ്ടി ഇവിടെ നിർത്തി തന്നെ. അപ്പോഴത്തേക്കാണ് നമ്മളെ വലിയ കറക്കാൻ വെച്ച പോത്തിന്റെ അവിടെ കുറേ പോത്തുകളുണ്ട് ഇവിടെ. നമ്മളെ പുരേന്ന് രാവിലെ അങ്ങാനും ഇറങ്ങിയത് എന്തെന്നാലും നമ്മൾ ഉച്ചയെല്ലാകുമ്പോഴത്തേക്ക് നമ്മൾ ഊട്ടിയിലേക്ക് എത്തി. അങ്ങനെ നേരെ ഈ ഹോട്ടലിൽ കയറിയിട്ട് നമ്മളെല്ലാവരും കൂടി ഫ്രൈഡ് റൈസ് അങ്ങ് പറഞ്ഞിക്ക്. ഇതിങ്ങനെ തിന്നുമ്പോൾ പള്ളയിൽ നിന്ന് വായിച്ചിട്ടുള്ള ടേസ്റ്റ് ആണോ അല്ലെങ്കിൽ ശരിക്കും നല്ല ടേസ്റ്റ് ഉണ്ടോ ഒന്നും തിരിയുന്നില്ല. അങ്ങനെ തിന്നലും കുടിക്കെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വേറെ റൂം നോക്കിയിട്ട് വേറെ റൂമും എടുത്തേക്ക് കുറച്ചൊന്ന് കിടക്കട്ടെ. ബാക്കിയുള്ള വീഡിയോ ഞാൻ അടുത്ത വ്ളോഗിൽ വരാം. അപ്പൊ എല്ലാവരും ഫോളോ ചെയ്ത് വെച്ചോ.